ഒരു കാലത്ത് എല്ലാവർക്കും സുപരിചിതമായിരുന്ന ഒരു വാഷിംഗ് പൗഡറാണ് നിർമ്മ. ഒരു പക്ഷേ 2K കിഡ്സിന് ഇതിനെക്കുറിച്ച് അറിയാൻ സാധ്യത കുറവാണ്. 90കളുടെ കുട്ടികൾ വാഷിംഗ് പൗഡർ നിർമ്മയുടെ പരസ്യം കണ്ടു വളർന്നവരാണ്. ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ വാഷിംഗ് പൗഡർ നിർമ്മയുടെ പരസ്യ ഗാനത്തിന് അഡിക്റ്റഡ് ആയിരുന്നു. 70 കിഡ്സിനും 80 കിഡ്സിനും 90 കിഡ്സിനും ഒക്കെ നിർമ്മയുടെ കഥ വ്യക്തമായിട്ട് അറിയാം. അതറിയാത്ത 2K കിഡ്സ് ഈ വീഡിയോ ഉറപ്പായും കാണണം. നിർമ്മയുടെ തുടക്കവും വളർച്ചയും അതിന്റെ തകർച്ചക്കുള്ള കാരണം, ഇങ്ങനെ പല ചോദ്യങ്ങളും പലരിലും ഉണ്ടാകാം. ഇതെല്ലാം അറിയാൻ വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ഓൺലൈൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1969 ഗുജറാത്തുകാരനായ 24-കാരൻ കർഷൻ ഭായ് പട്ടേൽ എന്നയാളാണ് നിർമ്മ എന്ന വാഷിംഗ് പൗഡർ സംരംഭം ആരംഭിക്കുന്നത്. കർഷൻ ഭായ് പട്ടേൽ ഒരു സർക്കാർ ജോലിക്കാരനും അതിനോടൊപ്പം തന്നെ ഒരു കെമിസ്റ്റുമായിരുന്നു. അദ്ദേഹത്തിന് നിരുപമ എന്ന ഒരു മകളുണ്ടായിരുന്നു. അയാൾ തന്റെ മകളെ സ്നേഹത്തോടെ നിർമ്മ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. എല്ലാ അച്ഛനെയും പോലെ അദ്ദേഹത്തിനും തന്റെ മകളെ കുറിച്ച് വലിയ സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വിധി നേരെ മറിച്ചായിരുന്നു. നിരുപമ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വാഹനാപകടത്തിൽ മരിച്ചുപോയി. കർഷൻ ഭായ് പട്ടേൽ തന്റെ മകളുടെ ഓർമ്മകളിൽ തന്നെ ജീവിതം തള്ളി നീക്കുകയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തന്റെ വീട്ടിൽ വെച്ച് ചില രാസവസ്തുക്കൾ പരീക്ഷിച്ചു. ഈ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് നിർമ്മ എന്ന വാഷിംഗ് പൗഡറിന്റെ ഉദയം. തന്റെ മകളുടെ പേരായ നിരുപമയിൽ നിന്നുള്ള നിർമ്മ എന്ന പേര് തന്നെ ഈ വാഷിംഗ് പൗഡറിന് നൽകുകയുണ്ടായി. ഇന്ത്യയിൽ ഡിറ്റർജന്റ് പൗഡറുകൾ ബഹുരാഷ്ട്ര കമ്പനികൾ മാത്രം വിറ്റുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ നല്ല കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന സോപ്പ് പൊടി എന്ന ആശയമായിരുന്നു കർസൻ ഭായിയുടേത്. അദ്ദേഹം എല്ലാ പലചരക്ക് കടകളുടെ ഉടമകളെയും കണ്ട് തന്റെ ഉൽപ്പന്നം അവിടെ സൂക്ഷിക്കാനും വിൽക്കാനും ആവശ്യപ്പെട്ടു. പക്ഷേ എല്ലാ ചില്ലറ വ്യാപാരികളും അദ്ദേഹത്തിന്റെ ഡിറ്റർജന്റ് പൗഡർ വിൽക്കാൻ വിസമ്മതിച്ചു. കാരണം അക്കാലത്ത് ഒരു ഡിറ്റർജന്റ് പൗഡർ മാത്രമായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ സർഫെക്സൽ ആയിരുന്നു അത്. നിർമ്മ വരുന്നതിന് മുമ്പ് എല്ലാ കടകളിലും സർഫെക്സൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ കർസൻ ഭായ് തന്റെ സൈക്കിളിലൂടെ വീടാന്തരം കയറിയിറങ്ങി തന്റെ പ്രോഡക്റ്റ് വിൽക്കാൻ തുടങ്ങി. താൻ ജോലിക്ക് പോകുന്ന സമയവും ആ വഴിയിലുള്ള വീടുകളിൽ നിർമ്മ വിൽക്കുമായിരുന്നു. തുടക്കത്തിൽ കർസൻ ഭായ് വളരെയധികം ബുദ്ധിമുട്ടിയെങ്കിലും അവസാനം അദ്ദേഹം വിജയം കണ്ടെത്തി. നിർമ്മ വളരെയധികം വില കുറവായതിനാലും നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കൊണ്ടും 1988 60% വിപണി വിഹിതവുമായിട്ട് ഇന്ത്യൻ വിപണിയിൽ മുൻപന്തിയിലായിരുന്നു നിർമ്മ. അന്ന് നിർമ്മ എല്ലാ വീടുകളെയും വീട്ടമ്മമാരെയും കീഴടക്കിയിരുന്നു. പക്ഷേ ഇന്ന് നിർമ്മ ആരും ഉപയോഗിക്കുന്നില്ല. ഇന്നത്തെ തലമുറക്ക് നിർമ്മയുടെ പരിചയം പോലുമില്ല. അതിന് കാരണം എന്താണെന്ന് നോക്കാം. 1969 കാലഘട്ടത്തിൽ ഡിറ്റർജന്റ് പൗഡർ എന്നത് ഒരു ആഡംബര വസ്തുവായിരുന്നു. അന്ന് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ഡിറ്റർജന്റ് പൗഡർ ഉപയോഗിച്ചു കൊണ്ടിരുന്നില്ല. ധനികരായ ആളുകളുടെ വീടുകളിൽ മാത്രമായിരുന്നു ഡിറ്റർജന്റിന്റെ ഉപയോഗം. അന്നത്തെ കാലത്ത് 90% വീടുകളിലും വസ്ത്രങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടി ബാർ സോപ്പുകളായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഡിറ്റർജന്റ് പൗഡറിനെ കുറിച്ച് ശരിയായ ധാരണ ഇല്ലാത്തതായിരുന്നു ഇതിന് പ്രമുഖ കാരണം. നിർമ്മ വിപണിയിലെത്തുന്നതിന് മുമ്പ് ഡിറ്റർജന്റ് പൗഡർ എന്നത് എക്സ്പെൻസീവ് ആണെന്നായിരുന്നു എല്ലാവരുടെയും ധാരണ. അന്ന് സർഫെക്സലിന്റെ വില 15 രൂപയായിരുന്നു. അതത്ര ചിലവേറിയതല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ആ കാലഘട്ടത്തിൽ 15 രൂപക്ക് വലിയ വില ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ മധ്യ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ചെലവായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ കർസൻ ഭായ് നിർമ്മ ലോഞ്ച് ചെയ്യുകയും വാഷിംഗ് പൗഡറിനെ കുറിച്ചുള്ള ജനങ്ങളുടെ ധാരണ മാറ്റുകയും ചെയ്തു. കർസൻ ഭായിയുടെ വാഷിംഗ് പൗഡറിന്റെ വില ഓരോ സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അദ്ദേഹം നിർമ്മ വിറ്റത് 3 രൂപക്കായിരുന്നു. നിർമ്മ വാഷിംഗ് പൗഡറിന്റെ വിലക്കനുസരിച്ച് സർഫെക്സലിന്റെ വില 15 രൂപയിൽ നിന്ന് 3 രൂപയായി കുറക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം സർഫെക്സൽ ആ കാലഘട്ടത്തിൽ തന്നെ ഒരു പ്രീമിയം ഉൽപ്പന്നമായിരുന്നു. 15 രൂപയിൽ നിന്ന് 3 രൂപയിലേക്ക് ഒറ്റയടിക്ക് കുറച്ചു ജനങ്ങൾക്ക് ആ കമ്പനിയോടുള്ള വിശ്വാസം കുറയുകയാണ് ചെയ്യുക. ആ പ്രൊഡക്റ്റിന്റെ നിലവാരത്തെ കുറിച്ച് സംശയം ഉയരുകയും ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് തന്നെ നിർത്തുകയും ചെയ്യും. 3 രൂപക്ക് നിർമ്മ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഓരോ വീടുകളിലും നിർമ്മ ജനപ്രിയമായി. സമ്പന്നർ മുതൽ ഇടത്തരക്കാർ വരെ നിർമ്മ വാങ്ങിക്കാൻ തുടങ്ങി. വിൽപ്പന കൂടിയതോടെ കർസൻ ഭായ് കുറച്ച് സെയിൽസ്മാൻമാരെ നിയമിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ വിപണി കൂടുതൽ വളർന്നു. പക്ഷേ ഈ വളർച്ച അധിക നാൾ നീണ്ടു നിന്നില്ല. ക്രെഡിറ്റ് ഓവർലോഡ് ആയതുകൊണ്ട് മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടായി. ചില്ലറ വ്യാപാരികൾ നിർമ്മ അവരുടെ കടകളിൽ വാങ്ങിക്കുമായിരുന്നുവെങ്കിലും പേയ്മെന്റ് കൃത്യമായിരുന്നില്ല. സെയിൽസ്മാൻമാർ പേയ്മെന്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുമായിരുന്നു. പല മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മക്ക് അതിന്റെ പേയ്മെന്റ് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത 2 മാസത്തിൽ പണം ലഭിച്ചില്ല എങ്കിൽ നിർമ്മ പൂട്ടേണ്ട അവസ്ഥയിലെത്തി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കർസൻ ഭായ് ബുദ്ധിപൂർവ്വം നീക്കം നടത്തി. മാർക്കറ്റിൽ നിന്ന് തന്റെ എല്ലാ വാഷിംഗ് പൗഡറുകളും തിരികെ വാങ്ങാൻ അദ്ദേഹം തന്റെ ജോലിക്കാരോട് ആവശ്യപ്പെട്ടു. വെറും 5 ദിവസം കൊണ്ട് എല്ലാ സ്റ്റോക്കുകളും തിരികെ വന്നു. കർസൻ ഭായ് തോറ്റ് പിന്മാറുകയാണെന്നായിരുന്നു ടീമിന്റെ വിചാരം. എന്നാൽ അത്
അതങ്ങനെയായിരുന്നില്ല. ടെലിവിഷനിൽ നിർമ്മ മാർക്കറ്റിംഗ് ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. അങ്ങനെ നിർമ്മയുടെ പരസ്യം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തു. ആ പരസ്യം വളരെ പെട്ടെന്ന് ജനശ്രദ്ധ നേടി. അങ്ങനെ സൈക്കിളിൽ തുടങ്ങിയ കഥ പതിയെ വളർന്നു തുടങ്ങി. അങ്ങനെ നിർമ്മ വാഷിംഗ് പൗഡർ ഗുജറാത്തും കടന്ന് ഇന്ത്യ മുഴുവനും അറിയപ്പെട്ടു. വാഷിംഗ് പൗഡർ നിർമ്മ എന്ന ഗാനം വളരെയധികം ജനപ്രിയമായതുകൊണ്ട് എല്ലാവരും നിർമ്മ ഇഷ്ടപ്പെടുകയും എല്ലാവരും വാങ്ങിക്കാനും തുടങ്ങി. ഇതോടെ മാർക്കറ്റിൽ നിർമ്മയുടെ ഡിമാൻഡും വർദ്ധിച്ചു. ഡിമാൻഡ് കൂടിയെങ്കിലും ആ സമയത്ത് മാർക്കറ്റിൽ നിർമ്മ ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർമ്മയുടെ എല്ലാ സ്റ്റോക്കുകളും കർസൻ ഭായ് പട്ടേൽ നേരത്തെ തന്നെ പിൻവലിച്ചിരുന്നു. പരസ്യം ഹിറ്റായതോടെ വ്യാപാരികളോട് ആളുകൾ നിർമ്മയെ ചോദിച്ചു തുടങ്ങി. പക്ഷെ അവർക്ക് കൊടുക്കാൻ വ്യാപാരികളുടെ അടുത്ത് നിർമ്മയുടെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ കടുത്ത പ്രതിസന്ധിയിലായി. ഇതിനുശേഷം കർസൻ ഭായ് വ്യാപാരികളുടെ അടുത്ത് സംസാരിച്ച് ചില നിബന്ധനകൾക്ക് ശേഷം മാത്രം അവർക്ക് സ്റ്റോക്ക് നൽകി. മാസങ്ങളോളം നിർമ്മയ്ക്ക് കാശ് നൽകാൻ വിസമ്മതിച്ച കടയുടമകൾ ഇപ്പോൾ കാശ് കൊടുത്ത് നിർമ്മ വാങ്ങാൻ തുടങ്ങി. നിർമ്മ വളരെയധികം ഹിറ്റായതോടെ ജനങ്ങൾ സർഫ് എക്സലിനെ ചോദിക്കുന്നത് നിർത്തി തുടങ്ങി. നിർമ്മയുടെ ഈ വളർച്ച സർഫ് എക്സലിന്റെ വിപണിയെ തന്നെ വളരെയധികം ബാധിച്ചു. അങ്ങനെ നിർമ്മ പടർന്ന് പന്തലിച്ചു. മറ്റു കമ്പനികൾ അവരുടെ വരുമാനത്തിന്റെ 6 മുതൽ 8% വരെ പരസ്യത്തിനായി ചെലവഴിച്ചപ്പോൾ 3 മുതൽ 4% വരെ മാത്രമായിരുന്നു നിർമ്മ ചെലവഴിച്ചത്. 1994 അക്കാലത്ത് അത്ര അറിയപ്പെടാത്ത നടിയായിരുന്ന സൊനാലി ബന്ദ്രയുമായി ചേർന്ന് നിർമ്മ സോപ്പുകളുടെ പരസ്യം ചെയ്യാൻ തുടങ്ങി. 38% വിപണി വിഹിതം നേടി 2000 നിർമ്മ സർഫ് എക്സലിനെ പിന്തള്ളുകയായിരുന്നു. സർഫ് എക്സലിന്റെ വിപണി വിഹിതം 31% കുറയുകയും ചെയ്തു. നിർമ്മ ചെയ്ത പല പരസ്യങ്ങളും ഏറെ പ്രസിദ്ധമായിരുന്നു. സമൂഹത്തിലെ സാധാരണ ഇന്ത്യൻ സ്ത്രീകളെ ചിത്രീകരിച്ചുകൊണ്ടുള്ള നിർമ്മയുടെ പരസ്യങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. കുറഞ്ഞ വിലക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സ് എന്ന തന്ത്രത്തിലൂടെ നിർമ്മ ഡിറ്റർജന്റ് പൗഡറിനോടൊപ്പം തന്നെ ഷാമ്പുകളും ടൂത്ത് പേസ്റ്റുകളും പുറത്തിറക്കുന്നതിലൂടെ നിർമ്മ കമ്പനി വിപുലീകരിച്ചു. 2009 ആയപ്പോഴേക്കും കർസൻ ഭായ് പട്ടേൽ ഇന്ത്യയിലെ ധനികന്മാരുടെ പട്ടികയിൽ 92ാം സ്ഥാനം നേടി. എന്നാൽ ഒരു കാലത്ത് 60% എത്തിയിരുന്ന നിർമ്മയുടെ ഷെയർ മാർക്കറ്റ് വാല്യൂ 6% ചുരുങ്ങി. മാർക്കറ്റ് ഡൈനാമിക് എൻവിറോൺമെന്റ് ആണ് ഇതിന് പ്രമുഖ കാരണം. 2010 മുമ്പ് ഇന്ത്യയുടെ പ്രതിശേഷ വരുമാനം 1000 രൂപയായിരുന്നു. എന്നാൽ 2010 ശേഷം സ്വകാര്യ മേഖലയിലെ കമ്പനികളുടെ മികച്ച പ്രകടനം കാരണം അത് വളരെ വേഗം വളരാൻ തുടങ്ങി. ഇന്ത്യയിലെ ജനങ്ങളുടെ വാങ്ങാനുള്ള ശേഷി വർദ്ധിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ പൊതുവെ സ്റ്റാറ്റസ് കാണിക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ പലരും സമ്പത്തിന്റെ പിന്നാലെ പോകുന്നത് അവരുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വില കുറവുള്ള വസ്തുക്കൾ വാങ്ങുന്നത് തന്നെ നിർത്തി. നിർമ്മ വില കുറവുള്ളതും അതിന്റെ പാക്കേജ് നിലവാരവും കുറവായിരുന്നു. അങ്ങനെ ആളുകൾ നിർമ്മയുടെ ഉപയോഗം തന്നെ കുറച്ചു. അതുകൂടാതെ നിർമ്മ അവരുടെ ഉൽപ്പന്നങ്ങളിലോ പരസ്യങ്ങളിലോ യാതൊരു രീതിയിലുള്ള പുതുമയും കൊണ്ടുവന്നില്ല. മറ്റു പല ബ്രാൻഡുകളും അവരുടെ പരസ്യങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങളും കാലത്തിനൊത്ത് മാറ്റാൻ തുടങ്ങി. നിർമ്മ പ്രീമിയം സെഗ്മെന്റിലേക്ക് കടക്കുന്നതിൽ പരാജയപ്പെട്ടു. കാലം മാറുന്നതിനനുസരിച്ച് ജനങ്ങളുടെ താല്പര്യം അറിഞ്ഞ് പ്രൊഡക്റ്റുകളിൽ പുതുമ കൊണ്ടുവരാൻ നിർമ്മ ശ്രദ്ധിച്ചില്ല. നിർമ്മ അവരുടെ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ജനങ്ങൾ നിർമ്മയെ ഉപയോഗിക്കുന്നത് തന്നെ നിർത്തി തുടങ്ങി. ഇതിനോടൊപ്പം തന്നെ പല കാരണങ്ങൾ കൊണ്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് തന്നെ ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടു. 1994 മുതൽ 2009 വരെ നിർമ്മയുടെ ഷെയറിൽ 1000 രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്നത് 1 കോടിയായി മാറുമായിരുന്നു. ഇതെല്ലാ കാരണങ്ങളോടൊപ്പം തന്നെ നിർമ്മ പല ബന്ധമില്ലാത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടതും നിർമ്മയുടെ തകർച്ചയ്ക്ക് കാരണമായിരുന്നു. ഒരു കാലത്ത് നിർമ്മ എന്ന് പേരുച്ചരിക്കാത്ത വീട്ടമ്മമാർ വളരെ കുറവായിരുന്നു. ഒരു സാധാരണക്കാരനായ വ്യക്തി ഒരു പ്രോഡക്റ്റ് പുറത്തിറക്കുന്നതിലൂടെ ഒരു രാജ്യത്തിൽ തന്നെ തന്റെ മകളുടെ പേരിനെ പ്രസിദ്ധമാക്കി എന്നതും ഇവിടെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ വീടുകളിൽ നിർമ്മ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ഇന്ന് നിർമ്മക്ക് പകരം ഏത് ബ്രാൻഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.